PSC കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 3 വീഡിയോ ആണിത്. കോളേജിയറ്റ് എഡ്യൂക്കേഷനിലെ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് 2018 നടന്നൊരു എക്സാമാണ്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ വരുന്നത്. അഡ്രസ് സ്പേസ് ഓഫ് IPv4 ഈസ് ആൻസർ 2^32. MTU maximum transfer unit in bytes for Ethernet is 1500. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നെറ്റ്വർക്ക്സിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയേണ്ട ടേംസാണ് IPv4ഉം IPv6ഉം. IPv4ന് 32 ബിറ്റ് അഡ്രസ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. 2^32 യുണീക്ക് അഡ്രസ്സസ് ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. IPv6 അഡ്രസ് സ്പേസ് 128 ബിറ്റ്സ് ആണ്. 2^128 ഇൻ സൈസ്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP addressing is needed to ensure that data is sent to the correct recipient or device. IPv4 ആയാലും IPv6 ആയാലും മാനേജ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റിയാണ്, IANA. ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റിയാണ് IPv6 ആയാലും IPv4 ആയാലും മാനേജ് ചെയ്യുന്നത്. കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് IPv4 അഡ്രസ്സിംഗ് മെക്കാനിസമാണ്. നെക്സ്റ്റ് IP ഹെഡറിനെ കുറിച്ചാണ് പറയുന്നത്. IP ഹെഡറിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. IPv4 ആണ്, വേർഷൻ 4ൻ്റെ ഫോർമാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. 32 ബിറ്റ് സൈസ് ഉള്ളത്. ഇത് വരച്ചെടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. ഇതിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് കണ്ടിട്ടുണ്ട്. വേർഷൻ 4 ബിറ്റ്സ് ആണ് വരുന്നത്. ഇൻ്റർനെറ്റ് ഹെഡർ ലൊക്കേഷൻ 4 ബിറ്റ്സ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് സർവീസ് 8 ബിറ്റ്സ് ആണ്. ടോട്ടൽ ലെങ്ത്ത് 16 ബിറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ 16 ബിറ്റ്സ്, ഫ്ലാഗ്സ് 3 ബിറ്റ്സ്, ഫ്രാഗ്മെൻറ്റ് ഓഫ്സെറ്റ് 13 ബിറ്റ്സ്, ടൈം ടു ലീവ് 8 ബിറ്റ്സ്, പ്രോട്ടോകോൾ 8 ബിറ്റ്സ്, ഹെഡർ ചെക്സം 16 ബിറ്റ്സ്, സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും 32 ബിറ്റ്സ് ആണ് വരുന്നത്. ഇതൊക്കെ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ക്ലാസ് നെറ്റ്വർക്ക്സിൻ്റെ സെക്ഷൻ വരുമ്പോൾ പറയുന്നതായിരിക്കും. IP അഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ക്ലാസ്സസ്. പബ്ലിക് അഡ്രസ് സ്പേസ് 5 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് A, B, C, D ആൻഡ് E. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും IP അഡ്രസ്സിൻ്റെ റേഞ്ച് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ക്ലാസ് A എന്ന് പറയുന്നത് 0 to 126 ആണ് വരുന്നത്. അപ്പോൾ അഡ്രസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 0.0.0.0 to 126.255.255.255. ക്ലാസ് B ആണെങ്കിൽ 128 to 191. 128 തുടങ്ങിയിട്ട് 191.255 റേഞ്ചിൽ വരും. ഇതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലാസ് A ആണെങ്കിൽ 0 to 126 ആണ്. ക്ലാസ് B ആണെങ്കിൽ 128 തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 127 മിസ്സിംഗ് ആണ്. ഈ 127 എന്ന് പറയുന്നത് ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. ലോക്കൽ ഹോസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ് 127 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ് C, അതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റേഞ്ച് 192 to 223. നെക്സ്റ്റ് ക്ലാസ് D 224 to 239. ക്ലാസ് E ആണെങ്കിൽ 240 to 255. ഇതിൽ ക്ലാസ് D എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് E റിസർവ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ എക്സ്പെരിമെൻ്റൽ യൂസേജിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നോട്ട് ചെയ്യുക, ക്ലാസ് A 0 to 126, ക്ലാസ് B 128 to 191, ക്ലാസ് C 192 to 223, ക്ലാസ് D 224 to 239, ക്ലാസ് E 240 to 255, ക്ലാസ് D4 മൾട്ടികാസ്റ്റിംഗ് ആൻഡ് ക്ലാസ് E4 ഫ്യൂച്ചർ യൂസേജ്. പറയാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പ്രൈവറ്റ് IP അഡ്രസ്സ്. എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് പ്രൈവറ്റ് IP അഡ്രസ്സ് എന്നുള്ളത്. അതിൽ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ക്ലാസ് A, അതിൽ നമ്മൾ IP അഡ്രസ്സിൻ്റെ റേഞ്ചാണ് നോട്ട് ചെയ്യേണ്ടത്. 10.0.0.0 to 10.255.255.255. Class A
10.0.0.0 ആണ് വരുന്നത്. ക്ലാസ് ബി 172.16.0.0/12. ഇതിൽ ഐ പി റേഞ്ച് എന്ന് പറയുന്നത് 172.16.0.0 ടു 172.31.255.255. ക്ലാസ് സി വൈഡ്ലി യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ക്ലാസ് സിയിൽ 192.168.0.0/16. അതിൽ ഐ പി റേഞ്ച് വരുന്നത് 192.168.0.0 ടു 192.168.255.255. ഇതെല്ലാവരും നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. പ്രൈവറ്റ് ഐ പി അഡ്രസ് റേഞ്ചാണ് 3 എണ്ണാണുള്ളത്. 10.0 to 10.255, 172.16 to 172.31, 192.168 to 192.168 255 വരെയുള്ള റേഞ്ച്. നെക്സ്റ്റ് മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് MTU കുറിച്ചാണ് പറയുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. MTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ സെൻഡ് ചെയ്യുന്ന ലാർജസ്റ്റ് പാക്കറ്റ് സൈസാണ് MTU, മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ്. ഇൻ്റർനെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് MTU. അതിൻ്റെ ആൻസർ നേരത്തെ വന്നതുപോലെ 1500 ബൈറ്റാണ് നമുക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം യൂണിറ്റ്. The MTU is built from payload and TCP and IP header. പേലോഡ് എന്ന് പറയുന്നത് 1460 ബൈറ്റ്സും TCP ഹെഡറും IP ഹെഡറും 20 ബൈറ്റ്സ് ഈച്ച് 20 ബൈറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. ഇതെല്ലാം കൂടിയിട്ടാണ് MTU വരുന്നത്. നമ്മൾ പറഞ്ഞു 1500 ബൈറ്റ്സാണ് വരുന്നത്. ഇതിനോട് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന വേറൊരു ടേമാണ് MSS, മാക്സിമം സെഗ്മെൻറ്റ് സൈസ്. ഇത് ഫ്രാഗ്മെൻറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് MSS ഓർ TCP MSS എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which header field in IPv6 addressing take over the function of IPv4 service type field? നേരത്തെ നമ്മൾ കണ്ട IP ഹെഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് IPv6 ഹെഡറാണ് ചോദിച്ചിരിക്കുന്നത്. IPv4ലെ സർവീസ് ടൈപ്പ് IPv6 അഡ്രസ്സിങ്ങിൽ ഏതായിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്രിയോറിറ്റി ആൻഡ് ഫ്ലോ ലേബൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ARP റിപ്ലേ ഈസ്. ആൻസർ യൂണികാസ്റ്റ്. ARP റിപ്ലേ യൂണികാസ്റ്റ് ആണ്. എന്താണ് ARP എന്ന് നോക്കാം. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇഥർനെറ്റ് അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ARP യൂസ് ചെയ്യുന്നത്. നമുക്കൊരു IP അഡ്രസ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇഥർനെറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ MAC അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. It is used for discovering the link layer address such as MAC address associated with a given internet address. Address resolution protocol ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് പ്രോട്ടോക്കോളാണ്. Address resolution is a two-step process, a request and a response. ARPയുടെ റിക്വസ്റ്റ് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ്. അതായത് ARP റിക്വസ്റ്റ് എല്ലാ നോഡ്സിലേക്കും സെൻഡ് ചെയ്യും. All the nodes on the network will receive the ARP request. The nodes which are not intended the target will silently discard the packet. നോട്ട് ചെയ്യേണ്ടത് ARP റിക്വസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണെന്ന്. എന്നാൽ ARP റെസ്പോൺസ് യൂണികാസ്റ്റ് ടൈപ്പാണ്. എല്ലാ നോഡ്സിലേക്കും റിക്വസ്റ്റ് കിട്ടിയെങ്കിലും കറക്റ്റ് റെസിപ്പിയൻറ്റ് മാത്രമാണ് തിരിച്ചൊരു റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നത്. The node which is the target of the ARP request will then send a ARP response back to the original sender. Next question നോക്കാം. 2-node/3-node instability is a problem that happens in. ഇത് റൂട്ടിംഗ് പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-node/3-node instability is a problem that happens in. Answer distance vector routing. Next question, which among the following is false? ഇത് SCTPനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് SCTP? സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ. സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ SCTP. അതിൽ ഫോൾസ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. SCTP
ഈസ് എ ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. ഇത് ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ ട്രൂ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും പഠിച്ചിരിക്കണം. SCTP ഈസ് എ റിലയബിൾ പ്രോട്ടോക്കോൾ. SCTP combines best features of TCP and UDP. SCTP is a message oriented protocol. But SCTP is not a byte oriented protocol. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിനെ കുറിച്ച് നോക്കാം. വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് ARPANET റൂട്ടിംഗ് അൽഗോരിതം, ബെൽമാൻ ഫോർഡ് അൽഗോരിതം. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ഇൻ ഡാറ്റ നെറ്റ്വർക്ക്സ് ഡിറ്റർമിൻസ് the best route for data packets based on distance. Distance vector routing protocol measure the distance by the number of routers a packet has to pass. One router counts as one hop. Distance vector routing dynamic routing algorithm ആണ്. പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്കിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. In distance vector routing, each router maintains a routing table. It contains one entry for each router in the subnet. Routing table ഈ എൻട്രിക്ക് 2 parts ആണുള്ളത്. The first part shows the preferred outgoing line to be used to reach the destination. Second part gives the estimate of the time or distance to the destination. കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട 2 നോഡ് 3 നോഡ് ലൂപ്പ് ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം വരുന്നത് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിലാണ്. ഇനി എന്താണ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ 2 നോഡ് 3 നോഡ് ഇൻസ്റ്റബിലിറ്റി പ്രോബ്ലം? റൂട്ടിംഗ് ലൂപ്പിനെയാണ് നമ്മൾ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇൻ എ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ലൂപ്സ് യൂഷ്വലി ഒക്കർ വെൻ an interface goes down. It can also occur when 2 routers send updates to each other at the same time. ഒരു ഇൻ്റർഫേസ് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ 2 റൂട്ടേഴ്സ് ഒരുമിച്ച് അപ്ഡേറ്റ്സ് സെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് റൂട്ടിംഗ് ലൂപ്സ് ഉണ്ടാകുന്നത്. വേറൊരു പോയിൻ്റ് നോട്ട് ചെയ്യാനുള്ളത്, ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് യൂസ് ചെയ്യുന്നത് UDP ആണ്. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് SCTP പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് പറയുന്നത്. Stream Control Transmission Protocol. It is a transport layer protocol. Originally intended for Signaling System 7 SS7 message protocol in telecommunication. SCTP protocol TCPയുടെ UDPയുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തു വരുന്ന ഒരു പ്രോട്ടോക്കോളാണ്. It provides message oriented feature of UDP. It is reliable and provides congestion control mechanism like TCP. Unlike TCP and UDP, the protocol provides multi-homing and redundant paths to increase resilience and reliability. SCTPയും TCPയും ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ SCTPയും TCPയും യൂണികാസ്റ്റ് കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾസ് ആണ്. ബോത്ത് പ്രൊവൈഡ്സ് റിലയബിൾ ട്രാൻസ്പോർട്ട്. SCTP മെസ്സേജ് ഓറിയൻറ്റഡ് ആണ്, ബട്ട് TCP സ്ട്രീം ഓറിയൻറ്റഡ്. SCTP can handle multiple simultaneous streams and multiplexed streams, where TCP can handle only a single stream of data per connection. നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിൻ്റ്, SCTP does have a 12 bytes header. SCTP 12 bytes header ആണുള്ളത്. നെക്സ്റ്റ് നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ്. A situation where 2 or more threads access and manipulate the same data concurrently, and the outcome of the execution depends on the particular order in which access takes place is called. Answer, race condition. ഇതിനകത്ത് ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന ഓരോ ടേമും നമ്മൾ ഡീറ്റെയിൽ തന്നെ പഠിക്കേണ്ടതാണ്. ഏജിങ്, റേസ് കണ്ടീഷൻ, സ്റ്റാർവേഷൻ, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, bit used for trapping illegal address is answer valid invalid. വാലിഡ് ഇൻവാലിഡ് ബിറ്റാണ് ഇല്ലീഗൽ അഡ്രസ്സ് ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കുറച്ച് ടേംസ് നോക്കാം. ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത് സ്റ്റാർവേഷൻ ഓർ ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ്. പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതംസിലാണ് ഇത് വരുന്നത്. പ്രിയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതംസിൽ ഓരോ പ്രോസസ്സിനും പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്.
ഇവിടെ ലോ പ്രിയോറിറ്റി ഉള്ള പ്രോസസ്സുകൾ റെഡി ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ഇൻഡെഫിനിറ്റ്ലി ബിക്കോസ് ഓഫ് ലോ പ്രിയോറിറ്റി. അങ്ങനെ വരുമ്പോഴാണ് സ്റ്റാർവേഷൻ. ആ ടേമിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. In priority scheduling algorithms, in which a process ready to run for CPU can wait indefinitely because of low priority. In heavily loaded computer system, a steady stream of higher priority process can prevent a low priority process from ever getting the CPU. ലോ പ്രിയോറിറ്റി പ്രോസസ്സുകൾക്ക് ഒരിക്കലും CPU കിട്ടാതെ കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ്റെ സൊല്യൂഷനാണ് ഏജിങ്. പ്രിയോറിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഏജിങ് എന്ന് പറയുന്നത്. Aging is a technique of gradually increasing the priority of process that wait in the system for a long time. Example, if priority range from 127 low to 0 high, we could increase the priority of a waiting process by 1 every 15 minutes. So aging എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർവേഷൻ്റെ സൊല്യൂഷൻ. പ്രിയോറിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ. Critical section in a code segment where the shared variable can be accessed. Only one process can execute in its critical section at a time. All the other processes have to wait to execute in their critical section. Shared variables access ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സിന് മാത്രം അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സുകളും വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ വന്നത് കാരണം എന്താണെന്നുള്ള ടേം മാത്രമാണ് ഇപ്പോൾ പറയുന്നുള്ളൂ. OSൻ്റെ വീഡിയോ വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് റേസ് കണ്ടീഷൻ. റേസ് കണ്ടീഷൻ എന്ന സിറ്റുവേഷൻ വരുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഉള്ളിലാണ്. Race condition happens when the result of multiple thread execution in critical section differs according to the order in which the threads execute. Condition എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് മൾട്ടിപ്പിൾ ത്രെഡ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ആക്സസ് ചെയ്യുമ്പോഴാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. എക്സിക്യൂഷൻ ഒരു ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരികയാണെങ്കിലാണ് ഈ റേസ് കണ്ടീഷൻ. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു എ സിറ്റുവേഷൻ വേർ 2 or more ത്രെഡ്സ് ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ദ സെയിം ഡാറ്റ ആൻഡ് ദ ഔട്ട്കം ഓഫ് ദ എക്സിക്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർട്ടിക്കുലർ ഓർഡർ. ഈ കണ്ടീഷനാണ് റേസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ഷോർട്ടായിട്ട് പറയുകയാണ്. റേസ് കണ്ടീഷൻ ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് ആൻ അറ്റോമിക് ഇൻസ്ട്രക്ഷൻ. തന്നെ റേസ് കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറയുകയാണ്. പ്രോപ്പർ ത്രെഡ് സിങ്കർണൈസേഷൻ യൂസിങ് ലോക്സ് ഓർ അറ്റോമിക് വേരിയബിൾസ് ക്യാൻ പ്രിവെൻറ്റ് റേസ് കണ്ടീഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഫ്സെറ്റ് ഓഫ് ദ ലോജിക്കൽ അഡ്രസ് മസ്റ്റ് ബി. ഓഫ്സെറ്റ് ഓഫ് ദ ലോജിക്കൽ അഡ്രസ് മസ്റ്റ് ബി ആൻസർ ബിറ്റ്വീൻ 0 ആൻഡ് സെഗ്മെൻറ്റ് ലിമിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the resources are always preempted from the same process, dash can occur. Answer starvation. Starvation എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയതാണ്. Resources are always preempted from the same process. ഓപ്ഷൻസ് നോക്കുക. സ്റ്റാർവേഷൻ ആണ് ആൻസർ. ഡെഡ് ലോക്ക് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന കൺസെപ്റ്റുകളാണ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ലോജിക്കൽ അഡ്രസ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓഫ്സെറ്റിന് ലോജിക്കൽ അഡ്രസ്സിൽ ഓഫ്സെറ്റിനെ കുറിച്ചിട്ട്. അഡ്രസ്സിന് 2 പാർട്സ് ആണുള്ളത്. എ സെഗ്മെൻറ്റ് നമ്പർ ആൻഡ് എൻ ഓഫ്സെറ്റ്. സെഗ്മെൻറ്റ് നമ്പർ എസ് എന്ന് പറഞ്ഞിട്ടും ഓഫ്സെറ്റിനെ ഡി എന്ന് പറഞ്ഞിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെഗ്മെൻറ്റ് ടേബിളിലെ ഇൻഡെക്സ് ആണ് സെഗ്മെൻറ്റ് നമ്പർ. സെഗ്മെൻറ്റ് നമ്പർ ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻഡെക്സ് ടു ദ സെഗ്മെൻറ്റ് ടേബിൾ. ദ ഓഫ്സെറ്റ് ഡി ഓഫ് ദ ലോജിക്കൽ അഡ്രസ് മസ്റ്റ് ബി ബിറ്റ്വീൻ 0 ആൻഡ് ദ സെഗ്മെൻറ്റ് ലിമിറ്റ്. വെൻ ആൻ ഓഫ്സെറ്റ് ഈസ് ലീഗൽ, ഈ പറയുന്ന ലിമിറ്റിനുള്ളിലാണെങ്കിൽ ഇറ്റ് ഈസ് ആഡഡ് ടു ദ സെഗ്മെൻറ്റ് ബേസ് ടു പ്രൊഡ്യൂസ് ദ അഡ്രസ് ഇൻ ഫിസിക്കൽ മെമ്മറി ഓഫ് ദ ഡിസൈർഡ് ബൈറ്റ്. ദ സെഗ്മെൻറ്റ് ടേബിൾ ഈസ് ആൻ അറേ ഓഫ് ബേസ് ലിമിറ്റ് രജിസ്റ്റർ പെയേഴ്സ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഇല്ലീഗൽ അഡ്രസ്സ് ട്രാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട്.
വാലിഡ് ഇൻവാലിഡ് ബിറ്റ് ആയിരുന്നു അതിൻ്റെ ആൻസർ. അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനാണ് ഇവിടെ വരുന്നത്. പേജിങ്ങിൽ മെമ്മറി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ബിറ്റ്സിൽ വരുന്ന ടേംസാണ് ഈ വാലിഡ് ഇൻവാലിഡ് ബിറ്റ്സ് എല്ലാം. മെമ്മറി പ്രൊട്ടക്ഷൻ ഇൻ എ പേജ്ഡ് എൻവയോൺമെൻറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ പ്രൊട്ടക്ഷൻ ബിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഫ്രെയിം. പേജ് ടേബിളിലാണ് ഈ പ്രൊട്ടക്ഷൻ ബിറ്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. വൺ ബിറ്റ് ക്യാൻ ഡിഫൈൻ എ പേജ് to be read, write or read only. One additional bit is generally attached to each entry in the page table, a valid invalid bit. ഈ ബിറ്റ് വാലിഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ലോജിക്കൽ അഡ്രസ്സ് വാലിഡ് ആണ് അല്ലെങ്കിൽ ലീഗലാണ്, ഈ പേജ് ലീഗലാണ് എന്ന് പറയാം. ഇൻവാലിഡ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ദ പേജ് ഈസ് നോട്ട് ഇൻ ദ ലോജിക് അഡ്രസ് സ്പേസ്. Illegal addresses are trapped by the use of valid invalid bit. The OS sets this bit for each page to allow or disallow access to the page.